കഥയുടെ തുടക്കത്തിൽ ഒരു മഞ്ഞ് പ്രദേശമാണ് കാണിക്കുന്നത്. ആ ഒരു പ്രദേശത്തിൽ ഒരു കാർ ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. ആ കാറിൽ നിന്നൊരു ഡെലിവറി ബോയ് ഇഴഞ്ഞിഴഞ്ഞ് രക്ഷപ്പെടാനായിട്ട് നോക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും മഞ്ഞൊക്കെ വൃത്തിയാകുന്ന ഫ്രണ്ടിൽ ഒരു ബ്ലേഡ് ഉള്ള ട്രക്ക് ഓൺ ആവുന്നത്. ആ ട്രക്ക് അവന്റെ നേരെ ഇരച്ചു കൊണ്ടുവരികയാണ്. അതിൽ ആ മൂർച്ചയുള്ള ബ്ലേഡ് അവന്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇഴഞ്ഞ് രക്ഷപ്പെടാനായിട്ട് മാറുമെങ്കിലും സീൻ കട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലീനയാണ് കാണിക്കുന്നത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ട്രക്ക് വാങ്ങുക, അതിനകത്ത് കച്ചവടം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ അത് വാങ്ങാനുള്ള കുറച്ച് പൈസ മാത്രമേ സെറ്റ് ആയിട്ടുള്ളൂ. അവൻ ഈ പൈസയുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറത്താരോ കൂട്ടുന്നത്. അവൻ ചെന്ന് ഡോറ് തുറന്നു നോക്കുന്ന നേരത്തായിരിക്കും കുറച്ച് ആൾക്കാർ വന്ന് അവനെ അടിച്ച് താഴെ ഇടുന്നത്. അത് മറ്റാരുമല്ല, ഇവൻ കുറച്ച് പൈസ വട്ടിപ്പലിശക്കാരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ തിരിച്ചു ചോദിക്കാൻ വന്ന ആൾക്കാരാണ്. പിന്നെ ഈ വട്ടിപ്പലിശക്കാരിയുടെ പേരാണ് റബേക്ക. അവന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചടയ്ക്കാൻ പറയും, ഇല്ലെങ്കിൽ അവനെയും കൊല്ലും. അവൻ വളർത്തുന്ന ഒരു മീനുണ്ട്, അതിനെയും കൊല്ലുമെന്ന് പറയും. എന്നിട്ട് ആ മീനെ എടുത്ത് കയ്യിൽ വെച്ചേക്കാണ്. എന്തായാലും അവനെ വരട്ടിയിട്ട് ആ മീനെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അതുമല്ല ഈ റബേക്കയാണെങ്കിൽ അവൻ ഫുഡ് ട്രക്ക് വാങ്ങാനായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ആ പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഈ പലിശക്കാർ പോയതിനു ശേഷം ലീ ആണെങ്കിൽ അവന്റെ മീനെ എടുത്ത് സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ട്. ഇതിനുശേഷം അവൻ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് അവന്റെ കാറിൽ കൊണ്ടുവച്ചിട്ട് കാർ എടുത്തൊരു സ്ഥലത്ത് ചെല്ലും. പഴയ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ അവൻ പോകുന്നിടത്തെല്ലാം അവന്റെ മീനെ ഒരു പാക്കറ്റിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവന്റെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും. എന്നാൽ അതെല്ലാം കൂടെ വിറ്റ് പറക്കിയിട്ടും കുറച്ച് പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇവൻ കൊണ്ടുവന്ന പകുതി സാധനങ്ങളും അങ്ങേർക്ക് വേണ്ട. ഇവൻ ആകെ വിഷമിച്ച് തിരിച്ച് അവന്റെ കാറിൽ വരികയാണ്. ഇതിനുശേഷം അവൻ പോകുന്നത് ഡെലിവറി ജോബ് ചെയ്യാനാണ്. ആ ജോലി ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കടം തിരിച്ചടയ്ക്കാനായിട്ട്. അങ്ങനെ അവൻ ഡെലിവറി ജോബ് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആദ്യം ഒരു ട്രക്ക് കണ്ടില്ലേ, ഒരാളെ കുത്തിക്കൊന്ന ട്രക്ക്. ആ ട്രക്ക് അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ അവൻ അറിയത്തില്ല അത് അങ്ങനത്തെ ഒരു ട്രക്കാണെന്ന്. ഇവ ഇതൊന്നും മൈൻഡ് ചെയ്ത് ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ്. അന്നത്തെ ദിവസം മൊത്തം അവൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുകയാണ് പൈസ ഉണ്ടാക്കാനായിട്ട്. അവൻ വീണ്ടും ഒരു ഡെലിവറി കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഈ ട്രക്ക് അവന്റെ മുമ്പിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ ട്രക്കിന് നേരെ ഹോൺ അടിക്കും. എന്നാൽ അവനെ കയറ്റി വിടുന്നില്ല. കുറെ നേരം ആ ട്രക്കുകാരൻ അവനെ കയറ്റി വിട്ടില്ലെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ അവനോട് കയറി പോകാനായിട്ട് കൈവച്ച് ആംഗ്യം കാണിക്കുകയാണ്. അങ്ങനെ അവൻ കയറി പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കാർ വരുവാണ്. ആ ട്രക്കിലുള്ള ഡ്രൈവർ അവനെ മനഃപൂർവ്വം ചതിച്ചതാണ്. കയറി ചെന്നിരുന്നെങ്കിൽ ഒരു തീരുമാനമായേനെ. ഇതൂടെ ആയതും അവൻ ഒരുപാട് പേടിച്ചു പോവാണ്. അവൻ പേടിച്ചു കുറച്ച് കുറെ നേരം കാർ അങ്ങനെ നിർത്തിയിടാണ്. എന്തായാലും പിന്നീട് അവൻ വീണ്ടും ഡെലിവറി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ രാത്രിയാവുന്ന നേരത്തും അവൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. അവൻ കാർ ഓടിച്ചു പോകുന്ന നേരത്ത് അവന്റെ മുമ്പിലായിട്ട് ആ ട്രക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. അവൻ കാറ് കൊണ്ടുവച്ച് ഹോൺ അടിക്കുകയാണ്. എന്നാൽ ആ ട്രക്ക് എടുത്ത് മാറ്റുന്നില്ല. അത് അവന് ഇടിക്കാൻ വരുന്നത് പോലെ അങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും അങ്ങോട്ടൊരു പോലീസുകാരൻ വരുന്നത്. ആ പോലീസുകാരൻ വന്നതും ഈ ട്രക്കാണെങ്കിൽ ലീന ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് മാറിപ്പോവും. പിന്നെ ആ പോലീസുകാരൻ നമ്മുടെ ലീയുടെ ഒരു സുഹൃത്താണ്. അവർ തമ്മിൽ വീണ്ടും ഒന്ന് സംസാരിക്കുകയാണ്. ഇതിനുശേഷം ലീ ആണെങ്കിൽ അവന് കിട്ടിയ പൈസ വെച്ച് അവൻ ചൂതാടാനായിട്ട് തുടങ്ങും. ഇനി പൈസ വെച്ച് കൂടുതൽ പൈസ പിടിക്കാനായിട്ട് പറ്റിയാലോ. എന്നാൽ കളിച്ച കളിയെല്ലാം തോറ്റിട്ട് സമ്പാദിച്ച എല്ലാ പൈസയും നഷ്ടപ്പെട്ടു പോകും. ആ ഒരു വിഷമത്തിൽ അവൻ കാറിൽ വന്നിരിക്കുകയാണ്. എന്തായാലും പിന്നെയും പൈസ ഉണ്ടാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും ഡെലിവറി ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കാർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ട്രക്ക് അവന്റെ പിന്നിലൂടെ പെട്ടെന്ന് വരുന്നത്. എന്നിട്ട് അവന്റെ നേരെ ഹോൺ അടിക്കാനായിട്ട് തുടങ്ങും. ഇത്രയും ഹോൺ അടിച്ച് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവന്റെ ഇരുന്ന ഒരു ഡ്രിങ്ക്സ് എടുത്ത് ആ വണ്ടിക്ക് നേരെ എറിയും. ആ വണ്ടിയുടെ നേരെ പോയി വീഴുന്നുണ്ട്. ഇതൂടാകുമ്പോൾ ആ വണ്ടിക്കാരന് ആ ട്രക്കുകാരന് ദേഷ്യം വരും. ആ ട്രക്ക് വെച്ച് അവന്റെ കാറിലിട്ട് കുത്താനായിട്ട് തുടങ്ങാണ്. ലീ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട്. ഒരാൾ അവന്റെ കാറിൽ ഇങ്ങനെ ഇട്ട് കുത്തുകല്ലേ, അതൊരു ട്രക്ക് വെച്ചിട്ട്. ലീ പെട്ടെന്ന് തന്നെ പേടിച്ച് വണ്ടിയുടെ വേഗത കൂട്ടി അവിടെ നിന്ന് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ലീ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ആ ട്രക്കാരൻ അവനൊന്നും ചെയ്തിട്ടില്ല. കടയിൽ വന്നിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ആ പോലീസുകാരൻ വരുന്നത്. ലീയുടെ കൂട്ടുകാരനായിട്ടുള്ള ആ പോലീസുകാരൻ. അവൻ വന്നിട്ട് ലീയോട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീ പറഞ്ഞു കൊടുക്കും, എന്നൊരു ട്രക്കുകാരൻ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവന്റെ ട്രക്ക് വെച്ച് എന്റെ കാറിൽ ഒരുപാട് ഇടിച്ചു. പക്ഷേ ഈ പോലീസുകാരൻ അവന് ഭ്രാന്താണെന്നാണ് വിചാരിക്കുന്നത്. അവൻ വലിച്ചിട്ടോ കുടിച്ചിട്ടോ സംസാരിക്കുന്നതാണെന്നാണ് ആ കൂട്ടുകാരൻ പോലീസുകാരൻ കരുതുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എന്തായാലും പോലീസുകാരൻ വിശ്വസിച്ചില്ലല്ലോ. ഇതിനുശേഷം അവൻ വലിയൊരു ഹോട്ടലിൽ പോകുന്നുണ്ട്. അവന് ഓർഡർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർഡർ എടുക്കാനായിട്ട് പോകും. ഫുഡ് വാങ്ങി കാറിന്റെ അടുത്ത് തിരിച്ചു വരും. ഇനി അവൻ പോവാൻ പോകുന്നത് വലിയൊരു മലമുകളിലോട്ടാണ്. എന്നാൽ അവൻ പോണേന് മുമ്പ് അവിടെ തന്നെ ഒരു മനുഷ്യൻ നിപ്പുണ്ട്. അയാൾ പറയുന്നുണ്ട്, സൂക്ഷിച്ചു പോണം, നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, ആക്സിഡന്റ് ഒക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് നോക്കി വേണം വണ്ടി ഓടിക്കാനെന്ന്. ലീ ഇത് വലിയ കാര്യമാക്കി എടുക്കാതെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ലീ കാർ ഓടിച്ച് ആ മലമുകളിൽ ചെല്ലുന്നുണ്ട്. ആ ഫുഡ് എടുത്ത് അവൻ ആ വീടിന് നേരെ നടന്നു ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല. എന്നാൽ ആ വീട്ടിന്റെ ഡോറിന്റെ പിടിയിലാണെങ്കിൽ എന്തോ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ടിപ്പാണ്. ലീ അതെടുത്ത് വെക്കുകയാണ്. ഫുഡും വെച്ചിട്ട് അവൻ തിരിച്ച് കാറിന്റെ അടുത്ത് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ അവനെ ഉപദ്രവിച്ച ട്രക്കാണെങ്കിൽ അവിടെ ഒതുക്കിയിട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവൻ പേടിച്ച് പതിയെ പതിയെ ട്രക്കിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ട്രക്കിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് തലയിട്ട് നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആരുമില്ല. എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അവൻ തിരിച്ച് കാറിൽ വന്നിരുന്നിട്ട് അവന് കിട്ടിയ ടിപ്പ് നോക്കും. ആ ടിപ്പ് നോക്കുമ്പോൾ വളരെയധികം കുറവാണ്. ഒരാളെ കളിയാക്കാൻ വെക്കുന്നത് പോലാണ് ആ ട്രക്കുകാരൻ ടിപ്പ് വെച്ചേക്കുന്നത്. അതുമല്ല, ലീയുടെ വണ്ടിയിൽ ആ ഒരു ട്രക്കുകാരൻ കൊണ്ടുവച്ചില്ലേ, അതിനെല്ലാം കൂടെ ഒരുപാട് നഷ്ടപരിഹാരം വേണം. അതുകൊണ്ട് തന്നെ ലീക്ക് ദേഷ്യം വന്നിട്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങി നേരെ
നേരെ വീട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് ഡോറിൽ കൊട്ടാനായിട്ട് തുടങ്ങും. എടാ ഇറങ്ങി വാ, എന്റെ കാറിനുള്ള പൈസ തരാൻ പറഞ്ഞിട്ട്. എന്നാൽ ഡോറിൽ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ഡോറ് താനെ തുറന്നു പോകുന്നത്. ഇവൻ ഡോറ് തുറക്കുന്നതൊന്നും പ്രതീക്ഷിച്ചില്ല. അവൻ വിളിച്ചു നോക്കും ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ ആരും ഇറങ്ങി വരുന്നില്ല. ഇവൻ പതിയെ പതിയെ വീടിനുള്ളിലോട്ട് കയറുകയാണ്. നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടോ? എനിക്ക് നഷ്ടപരിഹാരം വേണം, നിങ്ങളുടെ ട്രക്ക് വെച്ച് എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു റെസ്പോൺസും ഇല്ല. ആരും പ്രതികരിക്കുന്നില്ല. ഇവൻ ഈ വീട്ടിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു റേഡിയോ വർക്കാവുന്ന ശബ്ദം അവന് കേൾക്കാം. അവിടെ ആളുണ്ടെന്ന് വിചാരിച്ച് റേഡിയോയുടെ ശബ്ദം പിന്തുടർന്ന് ആ റേഡിയോ ഇരിക്കുന്ന റൂമിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൻ അവിടെ നിന്നൊരു പേഴ്സ് കിട്ടുന്നുണ്ട്. ആ പേഴ്സിൽ നിന്ന് ഐഡന്റി കാർഡ് എടുത്ത് വെക്കുകയാണ്. കാരണം അവന് കേസ് കൊടുക്കുമ്പോൾ ഈ ആളുടെ പേർക്ക് കേസ് കൊടുത്താൽ പോരെ. എന്നാൽ ഇതാ ട്രക്ക് ഡ്രൈവറിന്റെ അല്ല, പകരം നമ്മൾ ആദ്യം ഒരു ഡെലിവറി ബോയ് കണ്ടില്ലേ, ആ ഡെലിവറി ബോയുടെ ലൈസൻസ് ആണ് അല്ലെങ്കിൽ ഐഡന്റി കാർഡാണ്. എന്നാൽ ഇത് ലീക്ക് അറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ ലീക്ക് അവിടെ നിന്ന് എന്തോ ഒരു കുരിശും കിട്ടുന്നുണ്ട്. അവൻ ആ കുരിശും എടുത്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അതിനെ പിന്തുടർന്ന് അവൻ ഒരു റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിനെ ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. അവളുടെ വായെല്ലാം മൂടി കെട്ടി വെച്ചേക്കാണ്. അവളുടെ വായിൽ ടേപ്പ് ഇട്ട് ഒട്ടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് സംസാരിക്കാനായിട്ടൊന്നും കഴിയുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തോട്ട് ചെല്ലും. അവൻ നോക്കുമ്പോൾ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുന്ന ചങ്ങലയുടെ ആ ഒരു പൂട്ടിന്റെ ചാവി അവിടെ തൂക്കിയിട്ടേക്കുന്നു. ആ ചാവി എടുത്തിട്ട് അവൻ ഇത് അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വായിലുള്ള ടേപ്പ് അഴിച്ചു കൊടുക്കും. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലിരുന്ന് കുരിശ് തട്ടിപ്പറിച്ച് അവനെ തന്നെ ആക്രമിക്കാനായിട്ട് പോകും. അവൻ പറയും ഞാനല്ല നിന്നെ പിടിച്ചു വെച്ചത്, ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നേന്ന് പറയുമ്പോൾ അവളൊന്ന് സമാധാനപ്പെടുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഒരു ചുറ്റിക എടുത്ത് കയ്യിൽ കുരിശും പിടിച്ച് അങ്ങനെ പതിയെ പതിയെ നടക്കും. ഇതിന്റെ പിന്നാലെ തന്നെ ലീൻ ചെല്ലുകയാണ്. അവൻ എന്താ സംഭവം എന്നറിയത്തില്ല. എന്താ പറ്റിയ എന്നോട് പറയുമ്പോൾ അവൾ പറയുന്നുമില്ല. അവൾ പെട്ടെന്ന് തന്നെ ചുറ്റിക എടുത്ത് ആരെയൊക്കെ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ആരുമില്ല. ഇവിടെ നിൽക്കേണ്ട, ഇവിടെ എന്തോ അപകടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലീ അവളെ വിളിച്ച് പുറത്തോട്ട് ഇറങ്ങിയോട്. എന്നാൽ എവള് പുറത്തോട്ട് വന്നിട്ടാണെങ്കിൽ ആ ഒരു കുരിശെടുത്ത് അതിനെ അടിച്ചു പൊട്ടിക്കാനായിട്ട് പോവാണ്. ചുറ്റികയ്ക്ക് അടിച്ചു പൊട്ടിക്കാനായിട്ട് പോവാണ്. ലീക്ക് മനസ്സിലാവത്തില്ല അവൾ എന്താണ് ചെയ്യാൻ പോണെന്ന്. എന്തായാലും അത് മൈൻഡ് ചെയ്ത് അവൻ കാറിന് നേരെ ഓടുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ കുരിശടിച്ച് പൊട്ടിക്കാൻ പോയ പെൺകുട്ടിയുടെ മുതുകത്തൊരു കോടാലി വന്ന് കയറുന്നത്. അത് എറിഞ്ഞത് മറ്റാരുമല്ല, ആ ട്രക്ക് ഡ്രൈവറാണ്, ആ വീടിന്റെ ഉടമസ്ഥനാണ്. അയാളൊരു അപ്പാപ്പനാണ്. ആ അപ്പാപ്പനാണ് ഇങ്ങനെ ചെയ്തത്. ലീ ഇത് കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിറച്ച് കാറിന്റെ അകത്ത് വരും. കാർ എടുത്ത് അവിടെ നിന്ന് പോകാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഈ അപ്പാപ്പൻ ആ ഒരു പെൺകുട്ടിയുടെ മുതുകത്ത് നിന്ന് ആ ഒരു കോടാലി വലിച്ചൂരിയിട്ട് അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ലീനെ ഉപദ്രവിക്കാനോ മറ്റൊന്നിനും പോകുന്നൊന്നുമില്ല. ലീ ആ നേരം കൊണ്ട് കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു നോക്കി വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ അവൻ കാണത്തില്ല. വണ്ടി അവിടെ ചെന്ന് ഇടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് വന്നത് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാരൻ തന്നെയാണ്. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലീയുടെ കാറിന്റെ അടുത്ത് വരും. എന്നിട്ട് ലീയോട് സംസാരിക്കും. ഈ ലീ പേടിച്ച് വിറച്ചിട്ട് എന്റെ പിന്നാലെ ആ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ട്, എന്നെ കൊല്ലാനായിട്ട് പോവാണ്, എന്നെ സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഈ കൂട്ടുകാരൻ തെറ്റിദ്ധരിക്കുകയാണ്. ഇവനെന്തോ കഞ്ചാവോ കള്ളോ മറ്റോ ആണെന്ന് അവൻ തെറ്റിദ്ധരിക്കുകയാണ്. നീ ഇറങ്ങിയേ, നീ ഈ ഒരു ഗതിയിൽ വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ലീയുടെ കയ്യിൽ വിലങ്ങ് വെച്ച് അവനെ പോലീസ് കാറിൽ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് കൂട്ടുകാരൻ വന്ന് കാറിലിരിക്കുകയാണ്. ഇവനെ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി ജയിലിലിടാനായിട്ട്. ജയിലിലൊന്നും ഇടൂല, തൽക്കാലത്തേക്ക് പിടിച്ചു വെക്കാനായിട്ട്. അന്നേരമായിരിക്കും പിറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ഒരു ട്രക്കാണ്. ലീ വിളിച്ചു പറയുന്നുണ്ട് പോവല്ലേ, അത് കൊലപാതകിയാണെന്ന്. എന്നാൽ ഈ ഒരു കൂട്ടുകാരൻ കേൾക്കില്ല. അവനൊരു തോക്കും എടുത്തിട്ട് ട്രക്കിന്റെ നേരെ നടന്നു ചെല്ലും. ട്രക്കിലോട്ട് വിളിച്ചു പറയാണ് ആ ട്രക്കിൽ നിന്ന് ഇറങ്ങൂ, എനിക്ക് നിങ്ങളുടെ ലൈസൻസ് ചെക്ക് ചെയ്യണമെന്ന്. എന്നാൽ പെട്ടെന്നായിരിക്കും ലീ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവന്റെ കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. കൂട്ടുകാരൻ ഇത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം ലീക്ക് ജീവന് പേടിയുണ്ട്. ഈ ഒരു ട്രക്കുകാരൻ ലീനെ കൊല്ലുമെന്ന് ലീക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ലീ പോയ പിന്നാലെ ഈ ട്രക്കുകാരനും പോകാനായിട്ട് ശ്രമിക്കും. പോലീസുകാരനാണെങ്കിൽ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് ഈ ഒരു ട്രക്കിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ട്രക്ക് നിർത്തുന്നൊന്നുമില്ല. ട്രക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിക്കും. അങ്ങനെ ആ പോലീസുകാരനെയും കൊന്നു കളഞ്ഞു. വീണ്ടും ലീനെ കാണിക്കുകയാണെങ്കിൽ ലീ കാർ ഓടിച്ച് പോവാണ്. അവൻ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാനായിട്ട് നോക്കുമ്പോൾ അതിനും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇവൻ ഈ കാർ ഓടിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ആ വിലങ്ങിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. അന്നേരമായിരിക്കും അവൻ അവന്റെ കാറിന്റെ ഫ്യൂല് നോക്കുന്നത്. അത് വളരെയധികം കുറവാണ്, കുറേയൊന്നും ഓടത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവ ഓടിച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് അവൻ പെട്രോൾ അടിക്കുകയാണ്. അതുപോലെ തന്നെ അവന് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കുകയാണ്. അവൻ കുടിച്ചിട്ട് കൊണ്ടുവന്ന് പൈസ കൊടുക്കും. എന്നിട്ട് അവിടുത്തെ ആളോട് ഫോൺ തരുമോ, എനിക്ക് ഫോൺ വിളിക്കണമെന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ ഫോണൊന്നുമില്ല. എന്തായാലും അവൻ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ അവിടെ തന്നെ ഒരാൾ ഇരിപ്പുണ്ട്. അയാളോട് ഫോൺ ചോദിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഫോണില്ല. അവൻ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ദൂരെ നിന്ന് ആ ട്രക്ക് വരുന്നത് അവൻ വീണ്ടും കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവൻ വന്ന് കാറിൽ കയറുകയാണ്. അവൻ പെട്രോൾ അടിച്ചിട്ട് ആ ഒരു ഫ്യൂവലിന്റെ സാധനം ഒന്നും എടുത്ത് തിരിച്ചു വെച്ചിട്ടില്ല. അവൻ കാർ എടുത്തോണ്ട് പോകുന്ന നേരത്ത് അതൊക്കെ പറഞ്ഞു പോവാണ്. അതുമല്ല അവിടെയെല്ലാം ആ ഒരു പെട്രോൾ പമ്പിന് ചുറ്റും പെട്രോളും വീഴുന്നുണ്ട്. എന്തായാലും നേരത്തെ ഒരു മനുഷ്യനെ കണ്ടില്ലേ, അവിടെ ഇരുന്നൊരു മനുഷ്യൻ, അയാൾ സിഗരറ്റും വലിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. ആ ഒരു ട്രക്ക് ഇയാൾക്ക് നേരെ വേഗതയിൽ വരുന്നത് കണ്ടപ്പോൾ ഇയാളാണെങ്കിൽ ആ ഒരു സിഗരറ്റ് എടുത്ത് ആ ഒരു പെട്രോളിന് നേരെ അറിയാതെ എറിഞ്ഞതാണ്. ഓടി രക്ഷപ്പെടുന്ന തിരക്കിൽ എറിഞ്ഞതാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. ഈ ഒരു കാര്യം ലീ കാറിലിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ലീ കാർ ഓടിച്ചു പോകുന്ന നേരത്തായിരിക്കും പിന്നിലൂടെ ആ ട്രക്കുകാരനില്ല. ട്രക്കുകാരൻ പോയെന്ന് വിചാരിച്ച് സമാധാനപ്പെട്ട് കാർ ഓടിച്ച് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് തൊട്ട് മുമ്പിലായിട്ടൊരു വെളിച്ചം.
നോക്കുമ്പോൾ ആ ട്രക്കുകാരൻ തന്നെ. പക്ഷെ ഇപ്രാവശ്യം അവൻ പേടിക്കുന്നില്ല, പകരം നേരിടാന്ന് തന്നെ വിചാരിക്കുകയാണ്. അവൻ കാറിന്റെ വേഗത കൂട്ടി ആ ട്രക്കിന്റെ നേരെ അങ്ങനെ ചെല്ലും. ആ ട്രക്കുകാരനും എവന്റെ നേരെ വേഗത കൂട്ടി അങ്ങനെ വരികയാണ്. പക്ഷെ അവൻ നിർത്താതെ എങ്ങനെയൊക്കെയോ വെട്ടിച്ച് ആ ട്രക്കിനെ പറ്റിച്ച് അതിന്റെ മുമ്പിലൂടെ കയറി പോവാണ്. ആ ട്രക്കുകാരന് അവനെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവൻ ട്രക്കുകാരനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ആ ഒരു സമാധാനത്തിൽ പതിയെ വണ്ടി ഓടിച്ചാണ് പോകുന്നത്. എന്നാൽ പെട്ടെന്നായിരിക്കും വീണ്ടും അവന്റെ പിന്നിലൂടെ ട്രക്കുകാരൻ വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ കാറിന്റെ വേഗത കൂട്ടിയിട്ട് വേറൊരു വഴിയിലൂടെ കയറിപ്പോവും. എന്നാൽ അവിടെ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഐസ് റോഡാണ്, സൂക്ഷിച്ച് ഓടിക്കണം, നിങ്ങളുടെ റിസ്കിൽ തന്നെ ഓടിക്കണമെന്ന്. എന്നാൽ അവൻ ഇത് അറിഞ്ഞില്ല. ഈ കാർ ഓടിച്ച് പോകുമ്പോൾ അവ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, ആ ട്രക്കുകാരൻ അവന്റെ അടുത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കാറ് ചവിട്ടി നിർത്തിയിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ആ ട്രക്കിനെ വിളിക്കും, എന്താടാ നാറി നീ വരാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പോഴായിരിക്കും അവൻ താഴെയായിട്ടൊരു കാര്യം കാണുന്നത്. അതായത് ഇത് ഐസ് റോഡാണ്, അതല്ല ഈ പാളി പൊട്ടാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊട്ടുവാണെങ്കിൽ അവനും അവന്റെ കാറും കൂടെ വെള്ളത്തിൽ പോകും. പെട്ടെന്ന് തന്നെ അവൻ കാറിന്റെ നേരെ ഓടിയിട്ട് കാറ് കയറിയിട്ട് കാറ് സ്റ്റാർട്ടാക്കുകയാണ്. അവൻ കാറ് പെട്ടെന്ന് തന്നെ തിരിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എന്നാൽ അവൻ പോകുന്ന കൂടെ തന്നെ ആ ഒരു പാളികൾ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ പാളി മൊത്തം പൊട്ടിയിട്ട് ഇവനും കാറും വെള്ളത്തിൽ പോകും. അവൻ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ച് ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വരും. ഇപ്പൊ ആ റോഡിന്റെ അങ്ങേയറ്റത്ത് ലീയും അതുപോലെ തന്നെ ഇങ്ങേയറ്റത്ത് ആ ഒരു ട്രക്ക് ഡ്രൈവറുമാണ്. ലീ രക്ഷപ്പെട്ട സന്തോഷത്തിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ട്രക്ക് ഡ്രൈവറിനെ വെല്ലുവിളിയും, എന്താടാന്നാറി നിനക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ധൈര്യമില്ലേ, നീ അവിടെ തന്നെ നിന്നോടാന്നാറി, നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് ലീന ഒരു കാറ് വന്ന് ഇടിക്കുന്നത്. കട്ട് ചെയ്താൽ ലീ കണ്ണ് തുറക്കാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ലീക്ക് പൈസ കടം കൊടുത്ത ആ ഒരു റെബേക്ക എന്ന് പറയുന്ന പലിശക്കാരിയാണ്. അവളും അവളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ലീന്റെ മീനെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ ഡെലിവറി ചെയ്യുന്ന സമയത്തെല്ലാം ആ ഒരു മീൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഒരു ബെസ്റ്റ് ബഡ്ഡി എന്ന് വേണമെങ്കിൽ പറയാം മീൻ. ആ ഒരു മീനെ അവന്മാര് ടോർച്ചർ ചെയ്യാണ്. ഇത് ലീക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മീനെ തിരിച്ചു ചോദിക്കും. എന്നാൽ റെബേക്ക കേൾക്കില്ല. റെബേക്ക അതിന് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ലീ ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി എന്നെ കൊല്ലാൻ നോക്കുമല്ലേ, ആ ഒരു ട്രക്ക് ഡ്രൈവറിനെ നിങ്ങളല്ലേ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുമ്പോൾ റെബേക്കയ്ക്ക് അറിയത്തില്ല. നീ എന്താടാ പറയുന്നത്, നിന്നെ ആരാ അങ്ങനെ ഉപദ്രവിച്ചത്, നമുക്ക് കണ്ടറിയാം, ഞാൻ എന്റെ ആൾക്കാരെ എല്ലാരും ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് റെബേക്കയുടെ കൂടെ ഉള്ള ഒരുത്തനെ ബാക്കിയുള്ള ആൾക്കാരെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വരുത്താനായിട്ട് പറഞ്ഞു വിടും. ഈ ഫോൺ ഉള്ളത് പുറത്താണ്. അവൻ ഫോൺ വിളിക്കാനായിട്ട് പുറത്തു പോയി ഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ വിളിക്കും. ഇതേ നേരം ഈ കടയിൽ തന്നെ ഒരു ഓണർ ഉണ്ട്. ആ ഓണർ പേടിച്ചിട്ടാണ് ഈ കടയിൽ നിൽക്കുന്നത്. കാരണം റെബേക്കയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഓണർ ലീന ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും ഒന്നും പ്രതികരിക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഈ അടിയാളാണെങ്കിൽ ആ ഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ദൂരെയായിട്ട് ആ ട്രക്ക് കാണാം. ലൈറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ട്രക്ക് ഓണാക്കി അവന്റെ നേരെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ നോക്കുമ്പോൾ ആ ട്രക്ക് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞു. ഒറ്റ ഇടിയാണ്, ആ ഫോൺ ബൂത്ത് ഉൾപ്പെടെ തെറിച്ചു പോവാണ്. അവൻ എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം, ചിലപ്പോൾ മരണപ്പെടാതിരിക്കാം. ഇതേ നേരം തന്നെ ആ ഷോപ്പ് ഓണർ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഷോപ്പ് ഓണറും പേടിച്ച് പതിയെ ചെന്ന് ഡോറ് തുറന്നതും ആരോ വന്ന് ഷോപ്പ് ഓണറിനെ ആക്രമിക്കുകയാണ്. ഈ ഒരു ശബ്ദം റെബേക്കയും അതുപോലെ തന്നെ ലീയും കേൾക്കുന്നുണ്ട്. റെബേക്ക പെട്ടെന്ന് തന്നെ അവളുടെ തോക്ക് എടുത്ത് എന്താ സംഭവം എന്നറിയാനായിട്ട് ആ ഒരു സൈഡിലോട്ട് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഷോപ്പ് ഓണർ ആണെങ്കിലും മരണപ്പെട്ട് അങ്ങനെ കിടക്കുന്നു. പെട്ടെന്നായിരിക്കും റെബേക്കനെ ആരോ വന്ന് ആക്രമിക്കുന്നത്. അത് ആ ഒരു അപ്പാപ്പൻ തന്നെയാണ്, ആ ഒരു ട്രക്ക് ഓടിക്കുന്ന സൈക്കോ അപ്പാപ്പൻ. ലീക്ക് മനസ്സിലായി അപ്പാപ്പൻ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന്. എത്രയും പെട്ടെന്ന് ലീ ആണെങ്കിൽ ഒരു സൈഡിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ അവിടെ നിന്നൊരു ഫയർ എക്സ്റ്റിംഗ്വിഷറും കിട്ടുന്നുണ്ട്. ഈ അപ്പാപ്പനാണെങ്കിൽ ഇവനെ തിരക്കി അങ്ങനെ നടക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കോടാലിയുണ്ട്. അന്നേരമായിരിക്കും ലീ അറിയാതെ അവിടെ നിന്നൊരു സ്പൂൺ തട്ടി താഴെ ഇടുന്നത്. അപ്പാപ്പന് മനസ്സിലായി അവൻ അവിടെ ഉണ്ടെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ വെട്ടിക്കൊല്ലാനായിട്ട് അവന്റെ അടുത്ത് നിന്ന് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ലീ ആരാമോൻ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ തുറന്നു വിടുകയാണ്. ഇങ്ങനെ ദേഹത്തെല്ലാം പുകയിടിക്കും. അവ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. പുറത്തിറങ്ങി അവന്റെ കാറിന്റെ അടുത്ത് വന്ന് കാർ എടുക്കുകയാണ്. കൂടെ തന്നെ അവന്റെ മീനെ പിന്നെ ഒരു പാക്കറ്റ് പിസ്സ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പിസ്സ ഡെലിവറി ചെയ്യാനായിട്ടാണ്. എന്തായാലും അവൻ കാർ ഓടിച്ച് വേഗതയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നേരത്ത് റോഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നു. ഇനി അങ്ങോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അവ എത്രയും പെട്ടെന്ന് തന്നെ കാറ് തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ ട്രക്ക് ഡ്രൈവർ വീണ്ടും വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ വീണ്ടും കാറ് തിരിച്ച് ആ ഒരു റോഡ് ക്ലോസ്ഡ് എന്നുള്ള സാധനമൊക്കെ ഇടിച്ച് തകർത്ത് വീണ്ടും മുമ്പിലോട്ട് വണ്ടി ഓടിച്ച് അങ്ങനെ പോകും. ആ ട്രക്ക് ഡ്രൈവറും വിടത്തില്ല. ഇവന്റെ പിന്നാലെ തന്നെ നല്ല വേഗതയിൽ വരുന്നുണ്ട്. ഇവരും വിടില്ല, നല്ല വേഗതയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തട്ടിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോഴായിരിക്കും ലീ ഒരു കാര്യം കാണുന്നത്. ഇനി അങ്ങോട്ട് വഴിയില്ല, ഇനി കൊക്കയാണ്. ഈ പെട്ടെന്ന് തന്നെ അവന്റെ മീനെയും അതുപോലെ തന്നെ പിസ്സേനെയും എടുത്തിട്ട് ആ കാറിൽ നിന്ന് പുറത്തോട്ട് ചാടി രക്ഷപ്പെടും. എന്നാൽ ഈ ട്രക്ക് ഡ്രൈവർ അത് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കാറാണെങ്കിൽ ആ ഒരു കൊക്കയിൽ നിന്ന് താഴോട്ട് ചെന്ന് മറിഞ്ഞു വീണ് തകരുകയാണ്. അതേപോലെ തന്നെ ആ ട്രക്ക് ഡ്രൈവർ കണ്ടില്ലല്ലോ. ആ ട്രക്ക് ഡ്രൈവർ ഈ കാറിന്റെ പിന്നാലെ ചെന്ന് കൊക്കയിൽ നിന്ന് താഴെ വീണ് ട്രക്ക് അങ്ങ് കത്താനായിട്ട് തുടങ്ങും. ലീ ആണെങ്കിൽ ആ ട്രക്ക് ഡ്രൈവർ ചത്തുണ്ടോ എന്ന് അറിയാനായിട്ട് ആ ഒരു കൊക്കയിൽ പോയി പതി എത്തി നോക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും അവന്റെ കാലിൽ ആ പാപ്പൻ പിടിക്കുന്നത്. ആ പാപ്പൻ ആ കൊക്കയിൽ തന്നെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇവൻ ഈ പിടിച്ച പിടിയിലാണെങ്കിൽ ആ കൊക്കയിലോട്ട് ചെന്ന് വീഴാണ്. പക്ഷെ അവന് മരക്കൊമ്പിൽ പിടികിട്ടും. അവന്റെ കാലിൽ തന്നെ അപ്പാപ്പനും തൂങ്ങിക്കിടപ്പുണ്ട്. എന്നാൽ അപ്പാപ്പൻ അവന്റെ ഷൂവിലാണ് തൂങ്ങിക്കിടക്കുന്നത്. ആ ഷൂ ഊരി പോയിട്ട് അപ്പാപ്പൻ തെറിച്ച് വീഴും. എന്നാൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ വലിഞ്ഞ് മുകളിലോട്ട് കയറി വരികയാണ്. ഇവൻ രക്ഷപ്പെട്ടു. അവൻ പതിയെ എണീറ്റിട്ടാണെങ്കിൽ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു
ഒരു സാധനം കിട്ടുകയാണ്. ആ ഒരു കുരിശ് അവന് കിട്ടുന്നുണ്ട്. അതെടുത്ത് അവൻ കയ്യിൽ വെച്ചിട്ട് അവന്റെ മീനെ എടുത്ത് പതിയെ പതിയെ നടന്നു പോകും. അന്നേരമായിരിക്കും ഒരു കാറുകാരൻ അവന്റെ അടുത്ത് കാർ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് കൂടെ വരുന്നു ചോദിക്കുന്നത്, ലിഫ്റ്റ് കൊടുക്കാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ കാറിൽ കയറിയിട്ട് അങ്ങേരുടെ കൂടെ പോവാണ്. ഇങ്ങനെ മറ്റാരുമല്ല, അവനോട് മലമുകളിൽ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ കാറിൽ അങ്ങനെ പോവാണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലേ മലമുകളിൽ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ, അല്ലെങ്കിൽ വണ്ടിക്ക് ആക്സിഡന്റ് പറ്റുമെന്നൊക്കെ. എന്നാൽ ഇത് ആക്സിഡന്റ് അല്ലല്ലോ, കൊലപാതക ശ്രമമല്ലേ. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് അവൻ ആ ഒരു പിസ്സ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പിസ്സ ഓർഡർ ചെയ്ത ആളോട് പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ താമസിച്ചു പോയെന്ന്, നിങ്ങൾക്ക് ഇത് കത്തിച്ച് കളയുക അല്ലെങ്കിൽ റേറ്റിംഗ് കൊടുക്കുകയോ ഓവണി വെച്ച് ചൂടാക്കി തിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. പിന്നീട് അവൻ നേരെ ചെല്ലുന്നത് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ആളില്ലേ, അയാളെ കാണാനായിട്ടാണ്. അയാൾക്ക് കൊണ്ടുവന്ന് ആ ഒരു കുരിശ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു കുരിശ് അങ്ങേർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഒരുപാട് വിലയുണ്ട്. അവൻ ആ ഫുഡ് ട്രക്ക് വാങ്ങാനുള്ള പൈസ കിട്ടും. എന്തായാലും ആ കുരിശൊക്കെ വിറ്റ് പൈസ വാങ്ങിച്ചതിന് ശേഷം അവൻ കാറും എടുത്ത് പോകുമ്പോൾ ഈ ഫുഡ് ട്രക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞ ആളെ വിളിച്ച്, എനിക്ക് ആ ഫുഡ് ട്രക്ക് വേണം, ഞാൻ ഫുൾ പൈസ തരാമെന്ന് പറയും. ഇതിനുശേഷം അവൻ വീട്ടിൽ വന്നിട്ട് ആകെ ക്ഷീണിച്ച് അവന്റെ കട്ടിലിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന നേരത്തായിരിക്കും പുറത്തുനിന്ന് ഒരു ട്രക്കിന്റെ ഹോണിന്റെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടിയിടിക്കുകയാണ്. ചിലപ്പോൾ ആ ഒരു ട്രക്ക് ഡ്രൈവർ ആയിരിക്കും അവനെ കാണാനായിട്ട് വന്നത്, അറിയില്ല. എന്തായാലും ഇതും കാണിച്ചാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.